അവരിരിക്കുമ്പോ തന്നെ എന്റെ തൊട്ടടുത്ത് തന്നെ അച്ഛനും ഉണ്ടാവും. ഇപ്പം ചിത്ര ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുമ്പോ ഉള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എല്ലാം ഷെയർ ചെയ്യാമോ? ചിത്രമായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ 2, 3 ഇൻസിഡൻസ് പറയാം. ഉം. ഒന്ന്, ചിത്രനെ ചിത്രയുമായിട്ട് ഞാൻ ആദ്യം ഒരുമിച്ച് ഒരു മ്യൂസിക്കിന്റെ കാര്യത്തിന് വേണ്ടി കൂടുന്നത്, ഞാൻ പുറകിൽ നിന്ന് ഗിറ്റാർ വായിക്കുന്നു, ചിത്ര പാടുന്നു. ഉം. അത് ആ സമയത്താണ് വന്നത്. ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റേജിലേക്കാണ് ചിത്ര വരുന്നത്. ആ, വന്ന് അന്ന് വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. ഉം. പിന്നെ പക്ഷേ വർക്കിൽ ശരിക്കും റെക്കോർഡിങ്ങിൽ ആദ്യമായിട്ട് കൂടുന്നത് രഞ്ജിനി കാസറ്റിന്റെ ആദ്യത്തെ വർക്ക്, ഉം. പ്രേമ കവിതകളെ എന്നൊക്കെ ഉള്ളൊരു സിനിമയുടെ പേരിലായിരുന്നു അത് ഇറക്കിയത്. അപ്പം അതിന് ചിത്രയുടെ അച്ഛനും കൂടിയാണ് നമ്മുടെ ആലാപ് സ്റ്റുഡിയോ. പണ്ടത്തെ ആലാപ് സ്റ്റുഡിയോക്ക് മുമ്പ് ഒരു ശ്രീരാഗം എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ശരിയാണ്. ആ ആ സ്റ്റുഡിയോയിലാണ് അവർ വന്ന് പാടുന്നത്. അപ്പോൾ 1, 2 പാട്ടുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ഇനി അടുത്ത പാട്ടിൽ കുറച്ച് ഹമ്മിങ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഉം. എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉച്ചയൊക്കെ സമയമായപ്പോഴത്തേക്കും അവരിയ്ക്കുമ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ അച്ഛനും ഉണ്ടാവും. ഉം. അപ്പോൾ ഞാൻ ഇങ്ങനെ പാടിക്കൊടുത്തു. ഓരോ ഇൻട്രൊഡക്ഷനിലുള്ള ഹമ്മിങ്, ബി ജിസിലൊക്കെ ഉള്ള ഹമ്മിങ് ഒക്കെ ഇങ്ങനെ പാടിക്കൊടുത്തു. അപ്പോൾ അവർ അപ്പം തന്നെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നോട്ട് എഴുതിയെടുക്ക്. വെറുതെ പാടിയാൽ പോരാ, നോട്ട്സ് എഴുതിയെടുക്ക്. അപ്പൊ ഈ ഹമ്മിങ്ങിന്റെ തന്നെ സരിഗമ പദനിസ കറക്റ്റ്, അത് ഇടക്ക് താളമൊന്നും ഇല്ലാണ്ട് എഴുതുമ്പോ താളത്തിൽ എഴുത് എന്ന് പറയും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നത്. ഉം. സാധാരണ പാട്ടുകാര് ട്യൂൺ കേൾക്കുമ്പോൾ ട്യൂൺ ഞങ്ങൾ പാടുന്നല്ലേ ഉള്ളൂ. പാടും. അപ്പൊ അങ്ങനെ പാടി പെർഫെക്റ്റ് ആയിട്ട് പാടി തീർത്ത് പോയി.